കുറേ വിവാദങ്ങൾ താങ്കൾ വന്ന ഉടൻ തന്നെ ഉണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിലൊന്ന് ഇപിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നത്, വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയമാക്കുന്നു. കോൺഗ്രസ് അതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തുന്നു. പ്ലീസ് ഇറ്റ്സ് അപ്പോൾ അതിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാൻ വോട്ടർമാർക്കും താല്പര്യമുണ്ട്. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആക്ച്വലി സ്ട്രേറ്റ് ക്വസ്റ്റ്യൻസ്, താങ്കൾക്ക് നിരാമയിൽ നേരിട്ട് ഓഹരി പങ്കാളിത്തമില്ലാന്ന് ഞാൻ ഇന്നലെ ലിസ്റ്റ് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായി. ബട്ട് യുവർ വൈഫ് ഹാസ്. ഇല്ല, ഷീ ഡസ് നോട്ട് ഹാവ്. അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ക്ലിയർ ആയിട്ട് ഒരു കോൺഫർമേഷനാണ്. ഞാനാണ് ഇവിടുത്തെ ഫ്രണ്ട് റണ്ണർ ഈ ഇലക്ഷനിൽ. അതൊരു കൺഫർമേഷനാണ്. കോൺഗ്രസ്സിന് ഇതൊരു ട്രഡീഷണൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ റെസ്പോൺസ് നമ്മൾ കാണുന്നതാണ്. 2014, 2019 വേറെ സ്റ്റേറ്റ് ഇലക്ഷനിൽ അവർക്ക് ഈ പോളിറ്റിക്സ് ഓഫ് ലൈ, ഒരു ഇൻവെൻഡോ ബേസ്ഡ് പോളിറ്റിക്സ് രാഷ്ട്രീയം ചെയ്യുന്ന അവർക്കൊരു ഹാബിറ്റായിരുന്നു. അപ്പോൾ ഒരു പകുതി നോണ അതിൽ ഒരു ക്വാർട്ടർ മിക്സ്ചർ സത്യം മിക്സ് ചെയ്ത് അതിനെ സോഷ്യൽ മീഡിയ വഴി ഒന്ന് പ്രോപ്പഗേറ്റ് ചെയ്തിട്ട് ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുക, ജനങ്ങളെ ഈ മെയിൻ ഡിബേറ്റിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നത് ഒരു പുതിയ സ്ട്രാറ്റജി ഒന്നുമല്ല. ഇത് 14 അവർ ട്രൈ ചെയ്തു, 19 നാഷണൽ ഇലക്ഷൻ ട്രൈ ചെയ്തു, വേറെ സ്റ്റേറ്റ് ഇലക്ഷൻസ് അവർ ട്രൈ ചെയ്തതാണ്, ഫെയിലായിട്ടാണ്. അക്കോർഡിംഗ് ടു മീ ഇതെല്ലാം 18 കൊല്ലമായിട്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ബ്ലെമിഷ് ഇല്ലാണ്ട് ഞാൻ ഇതുവരെ വന്നതാ ഫ്രം BPL to ടുഡേ, ഒരു ബ്ലെമിഷ് ഇല്ലാണ്ട്. ഇത് അവർ ട്രൈ ചെയ്തത് 10,000 പ്രാവശ്യം ട്രൈ ചെയ്തതാണ് 18 കൊല്ലം. ഞാൻ 2G സ്കാം എക്സ്പോസ് ചെയ്തപ്പോൾ അവർ എന്നെ അറ്റാക്ക് ചെയ്തു, എൻ്റെ പേഴ്സണൽ ലൈഫിനെ അറ്റാക്ക് ചെയ്തു. അത് റൈറ്റും ലെഫ്റ്റും, കോൺഗ്രസും ലെഫ്റ്റും. താങ്കൾക്കറിയാലോ, ഒരു 5-6 കൊല്ലം മുമ്പേ ഇവിടെ ഒരു റിസോർട്ടിനെ പൊളിച്ചത്, ഡിസ്ട്രോയ് ചെയ്തത് ലെഫ്റ്റിൻ്റെ ആക്ടിവിസ്റ്റ് ആയിരുന്നു. അന്നും ലെഫ്റ്റിൻ്റെ പേപ്പറിൻ്റെ ഹെഡ്ലൈൻ ഞാനൊരു ഡീമണാണ്, ഞാനൊരു ക്യാപിറ്റലിസ്റ്റാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഫ്രം ദ കോൺഗ്രസ് ആൻഡ് ദ ലെഫ്റ്റ് ഐ ഹാവ് എൻജോയ്ഡ് ദിസ് ടൈപ്പ് ഓഫ് എഫെക്ഷൻ ആൻഡ് അറ്റൻഷൻ. ഓക്കെ, അപ്പോൾ താങ്കൾ ഒരു പ്രതിയോഗിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താങ്കളെ വ്യക്തിപരമായി കൂടി അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. അതൊന്ന് ഇതില് അതിനൊരു കാര്യം കൂടി സാർ, ഞാൻ അങ്ങ് താങ്കൾ പറഞ്ഞതുപോലെ അസത്യങ്ങളും പാതി സത്യങ്ങളോ കാൽ സത്യങ്ങളും അസത്യങ്ങളും ചേർന്നിട്ടാണ് താങ്കളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. ആ കാൽ സത്യം എന്ന് അങ്ങ് സൂചിപ്പിച്ചത് എന്താ? അതെ, അല്ല, കാൽ സത്യം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ബിസിനസ് ഇൻട്രസ്റ്റ്. ഞാൻ ഇൻവെസ്റ്ററാണ്. പണ്ട് കാലത്ത് ഞാനൊരു ഇൻവെസ്റ്റർ ആയിരുന്നു. ഇന്ന് എനിക്കൊരു പോർട്ട്ഫോളിയോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം ലെജിറ്റിമേറ്റ് ലീഗൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതൊന്ന്. എൻ്റെ ഇൻകമും എൻ്റെ പൊളിറ്റിക്കൽ കരിയറിലും എൻ്റെ ലൈവ്ലിഹുഡും ഒരു കണക്ഷനും ഇല്ല. ഞാൻ അതെല്ലാം വിട്ടിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ പബ്ലിക് ലൈഫിലും ജനസേവയ്ക്കും വന്നത്. എനിക്കിപ്പോൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബിസിനസ് തന്നെ ചെയ്തേനെ. സോ അതൊന്ന്. രണ്ടാമത്തേത്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതൊരു കോൺഗ്രസിൻ്റെ ഒരു ന്യൂലി ഡിസ്കവേർഡ് സ്ട്രാറ്റജിയാണ്. മുസ്ലിം വോട്ട്സിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ അത് നമ്മളിപ്പോൾ കണ്ടതാ തെലങ്കാനയിൽ. അവരൊരു ഭ്രമം സ്പ്രെഡ് ചെയ്യും. അതെന്താണ്? BJPൻ്റെ പാർട്ട്ണറാണ് BRS എന്ന് അവിടെ പറഞ്ഞു. അത് സക്സസ്ഫുള്ളായി മുസ്ലിം വോട്ട് മൂവ് ടു കോൺഗ്രസ്. ഇവിടെ ഒരു പെക്യുലർ ഇഷ്യൂ ആണ്. ഹമാസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് മുസ്ലിംസ് ആർ മൂവിങ് ടുവേർഡ്സ് ലെഫ്റ്റ്. അവരെ എങ്ങനെയെങ്കിലും ഡെസ്പറേറ്റ് ആയിട്ട് കോൺഗ്രസിൽ മടക്കി കൊണ്ടുപോകാൻ അവരൊരു നറേറ്റീവ് പുട്ട് ഫോർത്ത് ചെയ്യുന്നു. അതെന്താ നറേറ്റീവ്? EP ജയരാജൻ ഈസ് ക്ലോസ് ടു രാജീവ് ചന്ദ്രശേഖർ. അതിൻ്റെ അർത്ഥം CPM-ഉം BJPൻ്റെ ഒരു കൊളാബറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ED കേസ് മുമ്പോട്ട് പോകാത്തത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ഡോട്ടർ അറസ്റ്റ് ആവാത്തത്. അതല്ല, ഇതൊരു ഡെലിബറേറ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ആക്ച്വലി അങ്ങനെ ഒരു അന്തർധാര സജീവമല്ലേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ മകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത് FSIയുടെ അന്വേഷണം വരുന്നു, ശരി. പക്ഷേ അതിന് 3 മാസക്കാലം സമയം നീട്ടിക്കൊടുക്കുന്നു, തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ. ദാറ്റ്സ് നമ്പർ 1. അപ്പോൾ ആ ഡിലേ അത് സംശയമുണ്ടാക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, EP ജയരാജൻ്റെ ഭാര്യയുടെ ഷെയറുള്ള, മകന് ഷെയറുള്ള വൈദേകം റിസോർട്ട് നടത്തിപ്പായിട്ട് നിരാമയ ഏറ്റെടുക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഓപ്പറേഷൻ മെയിൻ്റനൻസ് ആണ് നിരാമയ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ്. ആ നിരാമയിൽ താങ്കളുടെ ഭാര്യയ്ക്ക് ഷെയറുണ്ട്? ഇല്ല, അത് ഷെയർ ഇല്ല. അത് ഞാൻ കൺഫേം ചെയ്യുന്നു. ഉറപ്പാണോ? ഉറപ്പാണ്. അത് ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യം. ആ നിരാമയുമായി താങ്കൾക്ക് ഒരു ബന്ധവുമില്ലേ? ഇല്ല. ഐ മീൻ, താങ്കളുടെ ജൂപ്പിറ്റർ ക്യാപിറ്റലിലുള്ള
എനിക്കൊന്നു ഒരു മാധവൻ പിള്ള. അല്ല ഇഷ്യൂ ഈസ് എ ഡയറക്ടർ ഇൻ നിരാമയ ആസ്പത്രി. ഇഷ്യൂ ഇസ് നോട്ട് എനിക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന്, അത് ഞാൻ എല്ലാവർക്കും അറിയാലോ. അല്ല അത് നമുക്ക് തുറന്നു പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് സർ, കേരളത്തിലെ ജനങ്ങൾ ഇത് എന്തായാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ താങ്കളുടെ പേരിൽ നേരിട്ട് അതിലൊരു ഷെയർ ഇല്ല, ദാറ്റ് ഐ അഡ്മിറ്റ്. ബട്ട് താങ്കളുടെ ഭാര്യയ്ക്ക് അതിൽ ഷെയർ ഉണ്ട് എന്ന തരത്തിൽ ഇന്നലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിൽ ആ ഷെയർ വാങ്ങിയിട്ടുണ്ട് വൈഫ്. ഉണ്ടാവോ ഉണ്ടാവില്ലയോ അത് ഒരു ഇഷ്യൂ. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് ഡൊമൈനിൽ അവരിട്ട് കേസ് ഫയൽ ചെയ്യട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല കേസ് വരില്ല, കാരണം അത് ലീഗലായും ലെജിറ്റിമേറ്റുമായിട്ടാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ടു ബി ഓപ്പൺ, നിരാമയിൽ താങ്കളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ താങ്കളുടെ ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഉണ്ടായിരുന്ന എൻ്റെ വൈഫിന് എവിടെല്ലാം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് അതെല്ലാം ഞങ്ങള് രാജ്യസഭ MP ആവുമ്പോൾ ഒരു ഡിസ്ക്ലോഷർ ഉണ്ടായിരുന്നു നിരാമയിൽ. നിരാമായ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ 4-5 കമ്പനീസ് ഉണ്ട്, പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന കമ്പനീസ് ആണ്. അതിനെ മാനേജ് ചെയ്യാൻ ഒരു നിറമായ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റാലിറ്റി കമ്പനി ഉണ്ട്. ആ കമ്പനിയാണ് ഇപ്പോ ജയരാജന്റെ പ്രോപ്പർട്ടി, ആരുടെ പ്രോപ്പർട്ടി അറിയില്ല, മാനേജ് ചെയ്യുന്നത്. അതിൽ എന്റെ വൈഫിൽ ഒരു കണക്ഷൻ. നിരാമയ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിലാണ്, അതിന്റെ ഒരു വെർട്ടിക്കളിൽ മാത്രമേ താങ്കളുടെ ഭാര്യയ്ക്ക് ഷെയർ ഉള്ളൂ, ഈ വെർട്ടിക്കളിൽ തന്റെ ഭാര്യയ്ക്ക് ഷെയർ ഇല്ല. അതായത് വൈദേകം റിസോർട്ട് ഏറ്റെടുത്തിരിക്കുന്ന നിരാമയുമായി താങ്കളുടെ ഭാര്യയ്ക്ക് ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. അത് ഇതില് ബന്ധമില്ല എന്നല്ല ഇഷ്യൂ. ഞങ്ങളുടെ 18 ഇയേഴ്സിൻ്റെ ഡിസ്ക്ലോഷേഴ്സിലെല്ലാം എന്താണ് ഞങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റ് അതെല്ലാം ഡിസ്ക്ലോസ് ചെയ്ത് മാൻഡേറ്ററി ഡിസ്ക്ലോഷർ ഉള്ള ഇഷ്യൂ ആണ്. അങ്ങനെ ഒളിച്ച് ചെയ്യുന്ന രാഷ്ട്രമൊന്നും ഞങ്ങൾക്കില്ല, അതല്ല ഇഷ്യൂ. ഇതിൻ്റെ ഹെഡ്ലൈൻ ഇഷ്യൂ എന്താണ്, നരേറ്റീവ് എന്താണ്? CPM and BJP are in cahoots. CPM and BJP have a commercial relationship and political relationship ആണ് നമ്മുടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പച്ച കള്ളമാണ്, നുണയാണെന്ന് അതിലൊരു ആംബിഗ്വിറ്റി ഇല്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ വൈഫ് പാവം എന്ത് ചെയ്യുന്നു, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ ഈ രാഷ്ട്രത്തിൽ എന്ത് കണക്ഷൻ? ഇത് ഇവർ ചെയ്യുന്നത് തെലങ്കാന ചെയ്ത് അവിടെ സക്സസ്ഫുൾ ആയ ഒരു സ്ട്രാറ്റജി ഇവിടെ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്താണ് അവരുടെ സ്ട്രാറ്റജി? ഈ മുസ്ലിം വോട്ടിനെ എങ്ങനെയെങ്കിലും മിസ്ലീഡ് ചെയ്ത് ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ. എന്താണ് നെറേറ്റീവ്? BJP and left are hand in hand. പക്ഷെ അപ്പോഴും ഈ ലാവ്ലിൻ കേസ് അടക്കമുള്ള വിഷയങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കേരളത്തിൽ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരായിട്ടുള്ള ആരോപണം, കള്ളപ്പണ ഇടപാട് വൈകുന്നത്, ഇതൊക്കെയാണ് UDF ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട പോളിസി. ശരി, അപ്പോൾ UDFനെ പ്ലീസ് ഡോണ്ട് മേക്ക് ദ കോൺഗ്രസ് ആൻഡ് UDF സം പാരഗോൺ ഓഫ് വെർച്യൂ ആൻഡ് കൺവെയർ ആൻഡ് മെസ്സഞ്ചർ ഓഫ് ദ ട്രൂത്ത്. ദാറ്റ് ഈസ് ദ ഫർദസ്റ്റ് ഫ്രം ദ ട്രൂത്ത്. അവരാണല്ലോ 10 കൊല്ലം ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ അഴിമതിനെ റീഇൻവെൻറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത്. അവരുടെ വാക്ക് കേട്ടിട്ട് അതിലൊരു സത്യം ഉണ്ടോ, അതിൽ ഒരു 5 നയാ പൈസേൻ്റെ ഒരു സത്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആർക്കും അതിന് ബിലീവ് ചെയ്യാൻ പാടില്ല. എൻ്റെ മെയിൻ റിക്വസ്റ്റ് മുസ്ലിം ബ്രദേഴ്സും മുസ്ലിം സിസ്റ്റേഴ്സോട് ഇതാണ്, നിങ്ങൾ ഈ പ്രോപ്പഗാൻഡ കേട്ടിട്ട് ഇതൊരു കെട്ടുകഥയാണ്, ഒരു നുണയാണ്, ഒരു പച്ച കള്ളമാണ്. എന്നിട്ട് കണ്ടിട്ടുമില്ല, ഇപിയുമായിട്ട് ഇടപാട് നടത്തിയിട്ടില്ല. പക്ഷേ സംശയം ഉണ്ടാവുന്നത് EP പറയുന്നു തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അടക്കം ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ പവർഫുൾ ആണ്. അത് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ, എനിക്ക് അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ പറ്റി കേൾക്കുന്നത് ഇന്നലത്തെ മിന്നാലത്തെ പേപ്പറും TV എന്നോട് ചോദിക്കുമ്പോൾ. നേരിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല? ഞാൻ ആരെയും കണ്ടിട്ടില്ല. 150,000% കണ്ടാലും ഞാൻ എന്തിനാ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോ മിന്നാന്ന് ശിവൻകുട്ടിജീനെ കണ്ടു, ഞാൻ പിണറായി വിജയൻജീനെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഞാൻ ശശി തരൂരിനെ കണ്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധിനെ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഔട്ട് ഓഫ് ബെയിലാണെന്ന് ഞാനാണ് കൾപ്പബിൾ ആരെങ്കിലും പറയോ? രാഹുൽ ഗാന്ധി അല്ല ഇപ്പോൾ ഔട്ട് ഓഫ് ബെയിൽ ഫ്യൂജിറ്റീവ്. അതുകൊണ്ട് ഞാൻ പിന്നെ സുക്രാമിനെ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ പോളിറ്റിക്സിൽ കുറേ സ്കൗണ്ടറൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഡസ് നോട്ട് മേക്ക് മീ ബൈ എനി സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ കംപ്ലിസിറ്റ് ഇൻ ദർ സ്കൗണ്ടറൽനെസ്. അത് ഒരു വലിയ ഒരു ടോർച്ചേർഡ് നെറേറ്റീവാണ്. ഇത് ഞാൻ കാണുന്നത് ഒരു വിത്ത് സം അമ്യൂസ്മെൻറ്റ്. ബിക്കോസ് തെലങ്കാനയിൽ ഇത് നടന്നു, അവർ സക്സസ്ഫുൾ ആയി. BRS പാവം അവർ ഒരു ഐസൊലേറ്റ് ചെയ്ത് അവിടെ നിന്ന് മുസ്ലിം വോട്ടെല്ലാം എടുത്തിട്ട് അവർക്ക് കിട്ടി. ആ ഫോർമുല ഇവിടെ റിപ്പീറ്റ് ചെയ്യാനാണ് ഇവർ. പക്ഷേ